എറണാകുളത്ത് കാനിയിൽ വീണ കാർ ഏതാണ്ട് ഉയർത്തി, മുക്കാൽ ഭാഗത്തോളം ഉയർത്തിയെന്ന് തോന്നുന്നു. വിവരങ്ങൾ അൻമരിയ സണ്ണി നൽകും. അൻമരിയ, പറയൂ. കാറ് പൂർണ്ണമായിട്ടും കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ നിന്ന് ഉയർത്തേണ്ട ഒരു താമസം കൂടിയുള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് കരയിലേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചിട്ടുണ്ട്. ഇനി അല്പം കൂടി ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ വെള്ളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും കാറ് മാറ്റുന്നതിനായിട്ട് സാധിക്കും. SKN പൂർണ്ണമായിട്ടും കാറ് തോടിൽ നിന്നും ഉയർത്തി കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടുകാരുടെ വലിയൊരു ശ്രമത്തിന്റെ ഫലമാണ്. രാവിലെ ഏകദേശം ഒരു 6 മണിയോട് കൂടിയ ഒരു ഫലം, ആ ശ്രമത്തിന്റെ ഫലമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ വന്ന സമയത്തൊക്കെ നമുക്ക് കാണാമായിരുന്നു മറ്റൊരു വാഹനത്തിലൊക്കെ ഈ കാറ് വലിച്ചു കെട്ടി, കയറുകൊണ്ട് വലിച്ചു കെട്ടിയിട്ട് അത് ആ വാഹനം മുൻപോട്ട് എടുക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് നാട്ടുകാർ അത് കുറച്ച് ആളുകളെല്ലാം കാറിന് മുഴുവനായിട്ടും നിരന്ന് നിന്നുകൊണ്ട് കൈകൊണ്ട് ഉയർത്താനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ശ്രമം, ആ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും കാർ ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് SKN ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. പലപ്പോഴായിട്ടും ഈ നാട്ടുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, പലപ്പോഴായിട്ടും ഈ അപകടം ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകാറുണ്ട്. ഒരു അപകടം ഉണ്ടായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ല എന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി അപകടം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടല്ല. നമുക്കൊരു ചേട്ടൻ ഇപ്പോൾ അതിലെ നടന്നു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് ഒരു വഴി എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറഭാഗം എന്ന് പറയുന്നതാണ് ആ തോടും ആ വഴിയും ഏതാണ് എന്ന് നമുക്ക് ഒട്ടും അല്പം പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാരണം ഏകദേശം ഒരേ നിലയിലാണ് വെള്ളം കിടക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് രാവിലെയും സംഭവിച്ചത്. അതൊരു ചെറിയ ഇരുചക്ര വാഹനത്തിനോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇതുപോലെ നടന്നു വരാൻ വേണ്ടിയിട്ടോ മാത്രം സാധിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്താണ് രാവിലെ 5:45 മറ്റൊരാളെ പിക്ക് ചെയ്യുന്നതിന് വേണ്ടി, റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഊബർ ഡ്രൈവർ ഇവിടേക്ക് വരുന്നതും പിന്നീട് വഴി ഏതാണ് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ തോടിലേക്ക് വീഴുന്നതും അദ്ദേഹം തന്നെയാണ്. ആ ഫ്രണ്ട് ഗ്ലാസിന്റെ ചില്ല് താഴ്ത്തി പിന്നീട് അദ്ദേഹം കാറിന് മുകളിലേക്ക് കരയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പിന്നീട് നാട്ടുകാരൊക്കെ കൂടി അപ്പോൾ മുതൽ തുടങ്ങിയ ഒരു പരിശ്രമമാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും ഒരു അതിർത്തി ഭാഗം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇരു കൂട്ടരും തയ്യാറാകുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ അവിടെ കണ്ടതാണ്, അവരുടെ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കും ശ്രമങ്ങൾക്കും ഒടുവിൽ ഈ രാവിലെ വീണ കാറ് ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് നാട്ടുകാരുടെ ഭാഗമാണ്. നാട്ടുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരാണ് ഈ കാറ് പൂർണ്ണമായിട്ടും ഉയർത്തുന്നതിന് വേണ്ടി സാധിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.